നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മൂന്നാം മോദി മന്ത്രിസഭയിലെ രണ്ടാമത്തെ മലയാളിയാണ് ജോർജ് കുര്യൻ. നിയുക്ത മന്ത്രിമാർക്കായി പ്രധാനമന്ത്രി ഒരുക്കിയ ചായ സൽക്കാരത്തിൽ അദ്ദേഹവും പങ്കെടുത്തു. ജോർജ് കുര്യൻ ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നുണ്ട്. പാർട്ടിയുടെ ന്യൂനപക്ഷമാണ് അദ്ദേഹം. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ. അതേസമയം സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയാകും. ടൂറിസമോ സാംസ്കാരികമോ അദ്ദേഹത്തിന് ലഭിച്ചേക്കും. രാഷ്ട്രപതി ഭവൻ ഔദ്യോഗികമായി ക്ഷണിച്ചു. ചാർട്ടേഡ് വിമാനത്തിലാകും ഡൽഹിയിലേക്ക് പുറപ്പെടുക. ഭാര്യ രാധികയ്ക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരുവിലേക്കും അവിടെ നിന്നും കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്കും പോകാനാണ് തീരുമാനം. മക്കളടക്കം കൊച്ചിയിൽ നിന്നും ദില്ലിയിലേക്ക് പോകും. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മോദി നേരിട്ട് ക്ഷണിച്ചെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രധാനമന്ത്രി ഉടൻ എത്താൻ ആവശ്യപ്പെട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി 12:30 വിമാനത്തിൽ തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അമ്മയും ഭാര്യയും യാത്രയിൽ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകും. വൈകിട്ട് 7:15 തുടങ്ങുന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുക്കാനായി ലോക നേതാക്കൾ അടക്കം എല്ലാവരും തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമാ താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.